കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDFന് അധികാരത്തിലേറാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 102 സീറ്റുകളിലെ മിന്നുന്ന വിജയം. പക്ഷേ ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇതാ നേതാക്കളെ, പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ് എന്നതാണ്. ഇപ്പോഴിതാ ഡൽഹിയിൽ നിരവധിയായ നേതാക്കൾ ആണ് കൂടിയാലോചനകൾക്കായി എത്തിയിട്ടുള്ളത്. അതിൽ KPCCയുടെ മുൻ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ കൂടിയാലോചനകൾക്കായി ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഇവരുമായി കൂടി ആശയവിനിമയം നടത്തിയതിനു ശേഷം ആയിരിക്കും വളരെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഇനി അറിയേണ്ടത് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നവർ ആരൊക്കെ എന്നതാണ്. അതിൻ്റെ ഡേറ്റ കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് ആരെയൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്, നിലവിൽ മുഖ്യമന്ത്രി തീരുമാനത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആരൊക്കെയാണ് കൂടിക്കാഴ്ചകളുടെ ഭാഗമാകുന്നത്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നു. MM ഹസൻ, K മുരളീധരൻ എന്നിവരും ചർച്ചയുടെ ഭാഗമാവുകയാണ്. K സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം ഉള്ളവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഡൽഹിയിൽ എത്താൻ പറ്റാത്തവരുമായി ടെലിഫോണിൽ അടക്കം ആശയവിനിമയം നടത്തും ഹൈക്കമാൻഡ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവർ മാത്രമല്ല, അതായത് ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചവരുടെ പട്ടികയിൽ മറ്റു ചിലർ കൂടിയുണ്ട് എന്നതാണ്. അത് AP അനിൽകുമാറിനോടൊപ്പം PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർ കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകളുടെ ഭാഗം ആകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് ഇനി നിർണായകമായ നീക്കങ്ങൾ നടക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഈ 3 നേതാക്കളിൽ ആരെ തീരുമാനിക്കും എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ ആണ് KPCCയുടെ മുൻ ഭാരവാഹികളെയും ഇപ്പോഴത്തെ ഭാരവാഹികളെയും ഉൾപ്പെടെ വിളിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമാകുന്ന നിലപാടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ഇവിടെ ഇതാ നമുക്ക് മറ്റൊരു വിവരം കൂടി ഒന്ന് പരിശോധിക്കാം. അതായത് നിലവിൽ പോയിട്ടുള്ള ഈ അംഗങ്ങൾ അവർ ആരെയാണ് പിന്തുണയ്ക്കുക, ആർക്ക് അനുകൂലമാകും എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ഇതാ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറ്റാരുമല്ല K സുധാകരൻ തന്നെയാണ്. KPCCയുടെ മുൻ അധ്യക്ഷനായിരുന്ന K സുധാകരൻ നേരത്തെ തന്നെ, അതായത് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് തന്നെ സുധാകരൻ എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുന്നു. KC വരണം എന്ന നിലയിലേക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന പരോക്ഷമായ പരാമർശം അങ്ങനെ ഉണ്ടാകുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് യുവ നേതാക്കൾ ഒന്നടങ്കം എത്തുന്നു. എന്തായാലും ഇപ്പോൾ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുള്ള നേതാക്കളിൽ KC വേണുഗോപാലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടായിരിക്കും K സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊരാൾ AP അനിൽകുമാറാണ്. അവിടെയും മറിച്ചൊരു പക്ഷമില്ല. അതുമാത്രവുമല്ല, ഈ KCക്ക് വേണ്ടിയുള്ള എല്ലാ പിന്നണി പ്രവർത്തനങ്ങളും KCയുടെ ഒരു മാനേജർ എന്ന നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്, ചരടുവലികൾ നടത്തുന്നത് AP അനിൽകുമാർ ആണ് എന്ന് ഒരു പക്ഷം വിലയിരുത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അടുത്ത 2 പേരുകൾ ഇതാ PC വിശ്വനാഥും ഷാഫി പറമ്പിലുമാണ്. ഇവർ 2 പേരും നമുക്കറിയാം A വിഭാഗത്തിന്റെ ആളുകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ PC വിശ്വനാഥിനും ഷാഫി പറമ്പിലിനും തീർച്ചയായും അവിടെ പിന്തുണയ്ക്കാൻ സാധിക്കുക KC വേണുഗോപാലിനെ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ നേതാക്കളിൽ നിന്ന് KC വേണുഗോപാലിനുണ്ടാകും എന്നതിൽ തർക്കമില്ല. അതേസമയം മറ്റു നേതാക്കൾ KCക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന, അതായത് കൃത്യമായ ഒരു പിന്തുണയില്ല എങ്കിൽ പോലും KCയോട് അനുകൂലം പുലർത്തുന്ന മറ്റു 2 പേർ കൂടിയുണ്ട്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും MM ഹസനുമാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കുക, ഒപ്പം പാർട്ടിയെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോവുക, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതായി വരും. അതിൽ ഉചിതമാവുക KC വേണുഗോപാൽ എന്ന് തന്നെയായിരിക്കും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ പറയുക എന്നതിലും തർക്കമില്ല. ഇനി VD സതീശനെ പൂർണ്ണമായും പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന സ്ട്രോങ് ആയ ഒരു വോയിസ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിൽ പക്ഷേ നമുക്ക് VDക്ക് അനുകൂലമാകുന്ന നിലപാട് തന്നെയായിരിക്കും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ K മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇതേ ആവശ്യം തന്നെയായിരിക്കും ഉന്നയിക്കുക. നിലവിലെ ഒരു പൊതു സ്വീകാര്യത കൂടി മാനദണ്ഡമാക്കുമ്പോൾ VM സുധീരനും ആ നിലയിൽ തന്നെ VDക്ക് അനുകൂലമാകുന്ന നിലപാട് സ്വീകരിച്ചേക്കാം.
എന്തു തന്നെയാണ് എങ്കിലും ഇപ്പോഴും കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായ തർക്കം നിലനിൽക്കുന്നു. അതായത് ആരെയാണ് അടുത്ത മുഖ്യമന്ത്രിയാക്കേണ്ടത്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫോർമുല കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളെ അടക്കം ഹൈക്കമാൻഡ് ഇപ്പോൾ വിളിപ്പിക്കുന്നത് എന്നതാണ്. നമുക്ക് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ഡാൻ കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. 4-ാം തീയതി വന്ന ഫലമാണ്. 24 മണിക്കൂറിനകം മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന നേതാക്കളെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. 24 അല്ല, 48 അല്ല, ആഴ്ചയൊന്ന് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡാൻ, ഇപ്പോഴും മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ആയിട്ടില്ല. ഒരു തിരുത്തുണ്ട്. മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന സൂചനകളാണ് ഏറ്റവും പുതുതായി നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു ശുഭസൂചനയാണ് എന്ന് കൂടി അവിടുന്ന് പറയുന്നു. അതായത് ഒരു CLP ലീഡറെയും ഒരു ഡെപ്യൂട്ടി CLP ലീഡറെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയിലേക്കാണ് അവർ എത്തുന്നത്. പക്ഷേ അത് ആരൊക്കെ തമ്മിൽ വീതം വെക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു തർക്കം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലെ നിർണായകമായ ഒരു പദവിയിൽ തുടരണമെന്ന ഒരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നാണ് ഏവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി എടുത്താൽ പിന്നെ ആ പോരാട്ടത്തിൽ ഉള്ളത് രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. അവരിൽ രണ്ടുപേരെയും CLP ലീഡറായും ഡെപ്യൂട്ടി CLP ലീഡറായും നിയമിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തർക്കത്തിന് പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണോ തയ്യാറാകുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ബാക്കിയാകുന്നത്. കാരണം KC വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയാൽ VD സതീശൻ കടുത്ത നിലപാട് അതിനോട് സ്വീകരിക്കുമെന്ന കാര്യം നേരത്തെ തന്നെ പരസ്യമായതാണ്. അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ അത് ആവർത്തിച്ചതാണ്. താൻ ഒരു പാർട്ടി പ്രവർത്തകനായി മാത്രം ഇനി തുടർന്നുകൊള്ളാം എന്ന തരത്തിലേക്ക്, അതായത് താൻ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല, MLA ആയി തുടരണമെന്ന് പോലും ആലോചിക്കേണ്ടി വരുമെന്നൊരു കടുത്ത നിലപാടായിരുന്നു VD പക്ഷം സ്വീകരിച്ചത്. ആ കടുത്ത നിലപാടിൽ ഒട്ടും അയവ് വരുത്തിയിട്ടില്ല സതീശൻ. അതുകൊണ്ട് തന്നെ സതീശനെ പിണക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക ഹൈക്കമാൻഡിന് വെല്ലുവിളിയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനുള്ള സാഹചര്യം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആ തീരുമാനം മുതിർന്ന നേതാക്കളെ അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് 9 പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ 9 പേരിൽ 5 പേർ KC പക്ഷത്താണ്, 2 പേർ വീതം രമേശ് ചെന്നിത്തലയും VD സതീശനെയും അനുകൂലിക്കുന്നവരാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം KC വേണുഗോപാൽ തന്നെ ഒരു പേര് നിർദ്ദേശിക്കുമോ എന്നതാണ് ആകാംക്ഷയോടെ ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളുടെയും ഈ എതിർപ്പുകളുടെയും വിമർശനങ്ങളുടെയും ഘടകകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ രൂക്ഷ വിമർശനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ തർക്കപരിഹാരത്തിനായി KC വേണുഗോപാൽ തന്നെ ഒരു പേര് മുമ്പോട്ട് വെക്കുമോ എന്നതിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും CLP ലീഡറെയും ഡെപ്യൂട്ടി CLP ലീഡറെയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് തയ്യാറാക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ നാളെയോ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. മുതിർന്ന നേതാക്കളെ ഒപ്പം ഇരുത്തിക്കൊണ്ട് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയാണൊന്ന്. മല്ലികാർജ്ജുന ഖാർഗെയോ രാഹുൽ ഗാന്ധിയോ ആയിരിക്കും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ ഒരുമിച്ചിരുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്തുക. അതല്ല എങ്കിൽ അതൊരു വാർത്താക്കുറിപ്പായി മാത്രമായിരിക്കും ഇറങ്ങുക. ഇങ്ങനെ അന്തരീക്ഷം മലിനമായ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരെ നിരാശപ്പെടുത്താതിരിക്കാൻ ദേശീയ നേതാക്കൾ തന്നെ ഒരുമിച്ചിരുത്തി, സംസ്ഥാനത്തെ നേതാക്കളെ ഒരുമിച്ചിരുത്തി ഐക്യത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, അപ്പോൾ ഡാന് നിലവിൽ നേതാക്കളെ വിളിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത, അതല്ലെങ്കിൽ ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളോ ചലനങ്ങളോ കോൺഗ്രസിനകത്ത് ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ, അതല്ല എങ്കിൽ അതിനെ എങ്ങനെ തടയിടാം? ഇത്തരം പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് നിൽക്കുന്നത്. അതിനപ്പുറം ഹൈക്കമാൻഡിന് കൃത്യമായൊരു തീരുമാനം ഈ 3 പേരിൽ ഒരാളെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലിനി മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണോ ഡാൻ മനസ്സിലാക്കേണ്ടത്?
ചെന്നിത്തലയെയും സതീശനെയും കെ.സി. വേണുഗോപാലിനെയും തനിച്ചിരുന്ന് കണ്ടതിന് ശേഷമാണ് എല്ലാവരെയും ഒരുമിച്ചിരുത്തി മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയത്. അപ്പോൾ തന്നെ മൂന്നുപേരും ഒരുപോലെ പറഞ്ഞ കാര്യം, രാഹുൽ തീരുമാനമെടുത്തുകൊള്ളൂ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്തായാലും അംഗീകരിക്കും എന്ന നിലപാടാണ്. കാരണം രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തുനിന്ന് നേതാക്കൾക്ക് നേരെ ഉണ്ടായത്. കാരണം ഇത്ര ചരിത്രപരമായ ഒരു വിജയം ഉണ്ടായതിനു ശേഷം അതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന തരത്തിലേക്ക് തെരുവിൽ തമ്മിൽ തല്ലുന്നത് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നേതാക്കൾക്ക് എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഒരു നേതാക്കളും. ഓരോരുത്തരും അവരവർ ചെയ്ത എഫേർട്ട്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 5 വർഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ടൊക്കെ താൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അതിനെ എങ്ങനെ തരണം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങൾ വി.ഡി. സതീശൻ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ വിവരിച്ചു. രമേശ് ചെന്നിത്തലയാകട്ടെ തന്നെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനിടയായ സാഹചര്യം. പക്ഷേ പാർട്ടിക്കെതിരെ ഒരു വാക്കുപോലും പറയാതെ തന്റെ അമർഷം ദേശീയ നേതൃത്വത്തെ മാത്രം അറിയിച്ചുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി താൻ തുടരുകയായിരുന്നു എന്ന കാര്യം, അതോടൊപ്പം തന്റെ 40 വർഷത്തിലേറെ നീളുന്ന അനുഭവ പരിചയം, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തോട് വിവരിച്ചത്. കെ.സി. വേണുഗോപാലാകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം മറച്ചുവെച്ചില്ല. 8 വർഷമായി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ, MP-മാരുടെ ഭൂരിപക്ഷ പിന്തുണ തനിക്കാണ് എന്ന കാര്യം കെ.സി. വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ആവർത്തിച്ചു. അങ്ങനെ 3 പേരും പറഞ്ഞ കാര്യങ്ങൾ മുഖ്യവിലക്കെടുത്തുകൊണ്ടാണ് 3 പേർക്കും ക്ലെയിമുണ്ട്. ആരും അനർഹരാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ തീരുമാനം ഒരാളെ മാത്രമേ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ തീരുമാനം ഹൈക്കമാൻഡിന്റേതാകും. എല്ലാവരും ഒരുമിച്ചത് അംഗീകരിക്കണമെന്ന നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുകയായിരുന്നു. അതിന് സമ്മതം മൂളിയാണ് 3 പേരും മടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ പ്രഖ്യാപനം മാത്രമായിരിക്കാം ഒരുപക്ഷെ നീളുന്നത്. അനൌദ്യോഗികമായ ഒരു ധാരണയിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ CLP ലീഡറായി ആരെ തെരഞ്ഞെടുക്കും, ഡെപ്യൂട്ടി CLP ലീഡറായി ആരെ തെരഞ്ഞെടുക്കും, ഇതിൽ മാത്രമാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ.സി. വേണുഗോപാലിനെ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു മുഖമായി നിലനിർത്താൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ വലിയൊരു പരിധിവരെ കെട്ടടങ്ങുമെന്നാണ് ഹൈക്കമാൻഡിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.